മതിയായിരുന്നു. ഇമ്മയുടെ സഹായം ഇല്ലാണ്ട് ആദ്യമായിട്ട് ഒറ്റക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കി വെക്കണം. ഇപ്പാക്ക് ഇതൊക്കെ തിന്നാനാവൂല്ലേ പൂതി ഉണ്ടാകുക. കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇരുന്നാൽ മതിയായിരുന്നു. അടുപ്പത്ത് തിളച്ച് വെള്ളേറ്റന്റെ സാബിയെ ഇപ്പാക്ക് ഒരു ഗ്ലാസ് ചായ വേണത്രേ. ആ ചൂടുവെള്ളം ഉണ്ടമ്മ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. നിങ്ങൾ അതിന്റെ മുന്നേ ഈ തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കി. ഇങ്ങളെ കയ്യെത്താണ്ടേ ഞാൻ ആദ്യമായിട്ടല്ലേ ഒറ്റക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കി വെക്കണേ. അതുകൊണ്ടൊരു പേടി. ഇപ്പാന്റെ ടേസ്റ്റ് എന്താന്ന് അറിയില്ലല്ലോ. നോക്കി. ചോറൊക്കെ ഉസാറ് വെക്കണം. ഒരു രണ്ടെല്ലാം കൂടി ഞാൻ ഉപ്പിട്ടാലാട്ടാ. ഒരു പൊടിക്കും കൂടി വെള്ളം ഒതുങ്ങിയിട്ടുണ്ടെങ്കിലേ ഇതിലേക്ക് രസം ഉണ്ടാവും. നന്നായിട്ടുണ്ട്. ഇപ്പഴാ സമാധാനായത്. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു നുള്ളു ഉപ്പിന്റെ കുറവുണ്ട്. നിങ്ങളെ ഈ ബീഫും കൂടി ഒന്ന് നോക്കിട്ടാ എന്നിട്ട് പോവാം. ഞാൻ കടിക്കും ചോറിക്കും കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കിയതാണ് ബീഫ്. ചോറും കൂടി നേരത്തെ വെച്ചത് കൊണ്ട് ഇന്നിപ്പോ നാജിക്കും കുട്ടികൾക്കും സ്കൂൾക്കും കോളേജിക്കും ഒക്കെ തേങ്ങാച്ചോറ് കൊണ്ടുപോവാല്ലോ. നമ്മൾ ഉച്ചക്ക് തിന്നുമ്പോ ഓല എവിടെ സാദാച്ചോറ് തിന്നാൻ നിൽക്കട്ടല്ലോ. എനിക്ക് നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കി പറഞ്ഞില്ലെങ്കിൽ നന്നാവൂലേ എന്നുള്ളൊരു പേടിയാണ്. അതൊക്കെ എന്റെ തോന്നലാണ്. ഇപ്പേ ഈ ചിന്നക്കായ് നന്നായിട്ട് വെച്ചുണ്ടാക്കാൻ പഠിച്ചിക്കണം. പറഞ്ഞ പോലത്തന്നെ നല്ല ഉഷാറായിട്ടുണ്ട്. ഇതിലിനി പ്രത്യേകിച്ച് ഒന്നും ഇടാനൊന്നുമില്ല. ചോറൊന്നും കൂടി വെള്ളം മാറ്റി കഴിഞ്ഞാൽ അതും ഉഷാറാവും. ചിപ്പാക്ക് ചായ മധുരം ഉണ്ടട്ടാ. അത് പിന്നെ നിക്കറിഞ്ഞൂടെ അമ്മ. ഇത് ഉപ്പാക്ക് മധുരമില്ലാത്ത ചായ, ഇത് നിങ്ങൾക്ക് മധുരട്ട ചായ പോരെ. ഇത് അങ്ങനെ മറക്കൂലെന്ന് ഉമ്മാക്കറിയാ. എന്നാലും ഉമ്മാട് പറഞ്ഞേ ഉള്ളൂ. ഞാനെങ്ങനെ മറക്കാനമ്മ? നിക്കങ്ങനെ ഇഷ്ടവും ഇഷ്ടക്കേടൊക്കെ ഓർത്തും കണ്ടും ചെയ്യാനായിട്ടും സ്നേഹിക്കാനായിട്ടും ഒക്കെ ഇപ്പ അമ്മന്ന് പറയാന് ഇങ്ങള് രണ്ടാളും തന്നെ അല്ലേ ഉള്ളൂ. എന്റെ അമ്മാടിപ്പാടി സ്നേഹം ഓർമ്മ വച്ച നാളിൽ തന്നെ പോയതല്ലേ. പിന്നെ ആങ്ങളാര് ഓല കടമ കഴിച്ച് ഇന്നങ്ങണ്ട് കെട്ടിച്ചയച്ച്. ഇപ്പൊ പിന്നെ ഇങ്ങളോട് മാത്രല്ലേ നീക്ക് സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ ആയിട്ടെന്ന് പറയാനും നോക്കാനും ഒക്കെ ഉള്ളൂ. അതിനിപ്പ എന്താ, ഈ ഇമ്മ ഇപ്പയും ജീവിച്ചിരിക്കും കാലം ആ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവൂല. അത് പോരെ എനിക്ക്. അതെനിക്കും അറിയമ്മ. ഇങ്ങനൊരു കുടുംബത്തിൽ വന്ന് പെട്ടതിന് പഠിച്ചവനോട് 5 നേരം നന്ദി പറയണ പെണ്ണാ ഞാന്. ഒരു മാന്റിപ്പാന്റെ സ്നേഹം എന്താന്ന് ഞാൻ അറിഞ്ഞത് ഇവിടെ വന്നതിന്റെ ശേഷം തന്നെയാണ്. തുടങ്ങി മതി സാബിയെ. ഞാൻ അതും ഇതും പറഞ്ഞ് ഓരോന്ന് ആലോചിച്ച് കണ്ണ് നനക്കാൻ നിക്കണ്ട. ഇമ്മേ ഈ ചായ ഇപ്പാ കൊണ്ടുകൊടുത്തുങ്ങാണ്ട് വരാം. അല്ല, എന്താ ഇപ്പൊ രാവിലെ തന്നെ ഇതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണത്? ഒന്നുമില്ല, ഞാനേ അവിടെ ചെക്കപ്പ് ചെയ്ത പേപ്പറുകളൊക്കെ ഒന്ന് നോക്കി. ഇനിയിപ്പോൾ ഇവിടെ പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകേണ്ടി വരുമല്ലോ, വേറൊന്നുമില്ല. നന്നെ നോക്കലും പിടിക്കലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി. ആദ്യം ചായ കുടിച്ചാലും ചൂടാറുള്ളൂ. അവിടെ വെച്ചാളാ, ഞാൻ കുടിച്ചോളാം, എടുത്ത് കുടിച്ചോളാം. ഇത്രയും നേരം ഒരേ വേദന ആയിട്ട് കിടന്ന് പൊരിയിരുന്നല്ല. എന്നിട്ട് പറ്റി ചായ ഉണ്ടാക്കാൻ പോവേ. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല, സാബി ഉണ്ടാക്കി വെച്ച ചായ ഞാൻ എടുത്തുകാണ്ട് പോകുന്നേ ഉള്ളൂ. അതൊക്കെ മതി. ഇത്രയും കാലം ഞാൻ അവിടെ ഇജ്ജിവടിയും ആയിട്ട് കുറെ കാലം ജീവിച്ചില്ലേ മക്കൾക്ക് വേണ്ടി. ഇനി ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ മക്കള് നോക്കിക്കോളും. അല്ലേലും രാവിലെ വടിക്കണേ കയറലും ചായയും കടി ഉണ്ടാക്കലൊക്കെ
ഞാൻ എന്നോ നിർത്തിക്കണം. ഞാനായിട്ട് നിർത്തിയതല്ലട്ടാ, ഇന്ന സാബിയാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കൂല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ മുണ്ടി പറഞ്ഞ് അവിടെ പഠിക്കണേ പോയിരുന്നാണ്ട് ഇന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ വെട്ടി എറിഞ്ഞു കൊടുക്കുന്നല്ലാണ്ട് ഞാൻ ഇപ്പൊ കാര്യമായിട്ട് തടിമ തടണ പണിയോളൊന്നും ചെയ്യലില്ല. ഓൾ അതിനോട്ട് സമ്മതിക്കലുമില്ല. പാവം. അതൊരു പാവായതുകൊണ്ടേ ഇങ്ങോട്ടൊരു ഏറ്റത്തിനുമില്ല. അല്ലേലും ഓള് നമ്മളെ മൂത്ത മോളെ പോലല്ലേ. ഇനിയിപ്പം മറ്റവൾക്കും വേണല്ല ഒരു കൂട്ടൊക്കെ ലേബീസോ. പിന്നല്ലാണ്ട് ഇങ്ങക്ക് ഈ പ്രായത്തിലേ നവാസ് കുട്ടിയായിക്കണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഓരും കെട്ടാനൊക്കെ എന്നോ അയക്കണ്. ഇൻഷാ അല്ലാഹ് ചിലതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടിൽ വന്നിട്ട് എന്നോട് സമാധാനായിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുക. അതെന്താപ്പ അങ്ങനൊരു കാര്യം? കാര്യമൊക്കെ നല്ല കാര്യമാണ്. എനിക്ക് കേട്ടപ്പോൾ റാഹത്തായി. എന്നോടും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് മക്കളോട് പറയാന്ന് വിചാരിച്ചതാ. ഇങ്ങളിങ്ങനെ അവിടെ ഇവിടെയും തൊടാണ്ടുള്ള കാര്യം എന്താ വെച്ചാ പറഞ്ഞാണ്. എന്തേലും ഒന്നാണ്ട് വിട്ട് പറഞ്ഞാലല്ലേ നിക്കും വല്ലതൊക്കെ തിരിയുള്ളൂ. നമ്മളെ ജിമ്മക്ക് നല്ലൊരു കാര്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ സമ്മതാണെങ്കിൽ നമുക്കത് പെട്ടെന്നാണ് നടത്താം. നജുമാക്ക് കല്യാണക്കാരിയോ? മാഷാ അല്ലാ. അല്ലേന്നു ആരെ ചെക്കേ? ചെക്കനെയും കുടുംബത്തിനൊക്കെ അനക്കും ഉള്ള കുടുംബത്തിന് എല്ലാവർക്കും നല്ലോണം അറിയും. അതാരപ്പ അങ്ങനൊരാള്? വേറെ ആരുമല്ല, നമ്മളെ അബ്ബാസിന്റെ ചെക്കന് സിയാമ്. അബ്ബാസാക്കാന്റെ മാനോ? അതിപ്പോ നല്ല കാര്യായല്ലോ. അല്ലേന്നു ഇങ്ങളോട് അബ്ബാസാക്ക ഇങ്ങോട്ട് പറഞ്ഞതാ? 2-3 ആഴ്ച മുമ്പ് ഞാനും അബ്ബാസും കൂടെ 1-2 ഇങ്ങനെ പറഞ്ഞു. നെച്ചുമാന്റെ കാര്യം ഇങ്ങനെയൊക്കെ സങ്കടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ, കല്യാണക്കാരിയൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ അബ്ബാസ് എന്നിട്ട് ചോദിക്കുക, എൻ്റെ കുടുംബത്തിന് സമ്മതമാണെങ്കിൽ എൻ്റെ മോനക്ക് എൻ്റെ മോളിന് തന്നാളാ എന്ന് പറഞ്ഞു. പോരാത്തിനാണ്ട് നാട്ടിലേക്ക് വരുമ്പോൾ അവനൊന്നും കൂടി ഓർമ്മപ്പെടുത്തി, ഞമ്മക്ക് പെണ്ണായിട്ട് വന്നതന്നല്ലേ ഉള്ളൂ, നല്ലൊരു കുടുംബത്തിലെത്തിച്ചേരുന്നതാണ് എല്ലാവരും സന്തോഷമല്ലേ. അതിനും വേറെ സന്തോഷം വേറെ എന്താ ഉള്ളത്? എന്താ രണ്ടാളും കൂടി കാര്യമായിട്ട് എന്താ ചർച്ചയിലാണല്ലോ. ഇജിങ്ങോട്ട് കേറി വായോ. ഇപ്പാക്കേ ഒരു കാര്യം പറയാണ്ട് പോലും. എന്തമ്മ, എന്താ കാര്യം? നമ്മളെ അബ്ബാസാക്കാന്റെ മാനക്ക് വേണ്ടിട്ടേ നമ്മളെ നജ്മാനെ പെണ്ണ് ചോദിച്ചിക്കണത്ര പോലും. തന്നെപ്പാ? എന്നിട്ട് നിങ്ങളെന്തേ പറഞ്ഞേ? ഞാന് എന്ത് പറയാനാ, ഞാനും അബ്ബാസും കൂടിയുള്ള ബന്ധം ഒന്നിലും തുടങ്ങിയതല്ലല്ലോ. നമുക്കൊക്കെ അറിയാലോ. സ്വത്തും അതിലും കുറച്ച് കുറവാണെങ്കിലും അവനും കുട്ടികളൊക്കെ നല്ല സ്വഭാവം, നല്ല പറ്റിങ്ങളാ. അങ്ങനത്തെ ഒരു കുടുംബത്തേക്ക് നമ്മളെ കുട്ടീനെ പറഞ്ഞയക്കാന്ന് വെച്ചാൽ അതിലും വലിയ ഭാഗ്യം വേറെന്തേലും ഉണ്ടാ? നിങ്ങൾ ആ പറഞ്ഞതാ നേര്. അല്ലേലുവേ സ്വത്തിലും പണത്തിലും ഒന്നും അല്ല കാര്യം. പെൺകുട്ടിയോട് കേറി ചെല്ലണ പേരയില് സമാധാനം സ്വസ്ഥത ഉണ്ടെന്നുണ്ടെങ്കിലേ അതിലും വലിയ സ്വത്തും പണമൊന്നും ഒരു പെൺകുട്ടിക്ക് ഈ ദുനിയാവിൽ കിട്ടാനില്ല. അബ്ബാസ് ഖാന്റെ പേരയില് അതിനൊരു കുറവുണ്ടാവില്ലാന്ന് നമുക്കെല്ലാവർക്കും അറിയണ കാര്യല്ലേ അമ്മ. കഴിഞ്ഞ തവണ നമ്മൾ അവിടെ പോയപ്പോ തന്നെ അബ്ബാസ് ഖാന്റെ അവിടുത്തെ ഉമ്മാന്റെ ഒക്കെ സ്നേഹം നമ്മളൊക്കെ കണ്ടതല്ലേ. എന്ത് നല്ല പെരുമാറ്റായിരുന്നേ. അങ്ങനെ ഒരു കുടുംബത്തേക്ക് നമ്മളോട് ഒരു കുട്ടിനെ പറഞ്ഞയക്കുമ്പോ അത് നമുക്കും കൂടി സന്തോഷമുള്ള കാര്യല്ലേ. ഇതിപ്പോ ചെറിയ മോൻക്ക് വേണ്ടിട്ടാവൂല്ലേപ്പാ? അതെ, നല്ല വിവരവും പഠിപ്പൊക്കെ ഉള്ള മോനാണ് സിയാം. അവന് ഇവിടെ അടുത്തുള്ള സ്കൂളിൽ മാഷാണ് ഇപ്പോ. അത് ശരി. നമ്മളന്ന് പോയപ്പോ പറഞ്ഞിരുന്നല്ലോ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കണേ, ജോലിക്ക് നോക്കിക്കൊണ്ടിരിക്കാന്നൊക്കെ. ഇപ്പൊ മാഷായിട്ട് കേറിക്കണല്ലേ?
അത് അൽമാറിന്റെ സൈഡിൽ തന്നെ ഉണ്ടല്ലോ, ഞാൻ എടുത്തരാം. നിങ്ങൾ ആദ്യം ഇവിടെ വന്നാണേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസാ? എന്താ കാര്യം? ഒക്കെ പറയാം സാബിയെ. ഇജ്ജ് പോയിട്ട് നിഹാലിനെയും നെജുമാനി ഇങ്ങോട്ട് വിളിച്ചോണ്ടേ. ഒറ്റതിന് എല്ലാവരും കൂടി അഭിപ്രായം അറിയാലോ, അല്ലേ നബീസോ? അല്ലേ? അതന്നെ നല്ലേ. സാബിയെ, ഇജ്ജ് എന്നിട്ടേ ഓലെ രണ്ടാളും കൂടി കൂട്ടിയാണ്ട് വായോ. എല്ലാരോടും കൂടി ഒറ്റ പറച്ചിലാണ്ട് കാര്യം കഴിഞ്ഞിട്ടിയാല് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സടപടയിച്ചിട്ട് ചെജ്ജാലോ. ചെല്ല്. ഞാൻ വിളിച്ചിട്ട് വരാം. നിഹാലേ, നിഹാലേ. ആയിട്ടാ, വാതിൽ വന്നോ? ഇജ് വർക്കൗട്ടില്ല, അന്നോട് ഇപ്പിമ്മേ അവിടെ താഴത്തേക്ക് ചെല്ലാന്. എന്താ കാര്യം? അനക്കൊരു പെണ്ണ് സെറ്റ് ആയിട്ടുണ്ടത്രേ. കാണാൻ പോവാനേ സമയം ഉണ്ടാവുമെന്ന് ചോദിക്കാനാണെന്ന്. ഉണ്ടാവൂടാ? അയ്യടാ, ഓന്റെ ഒരു പൂതി. ഇത് നെജ്മാക്കട ചെക്ക. ഇജ് വേഗം താഴത്തേക്ക് വായോ. വെറുതെ കൂട്ടിപ്പിച്ച്. കോളേജൊക്കെ പിന്നെ ഏതാ ഡ്രസ് ഇടുക? ഇതാ ഈ ഡ്രസ്സും ഈ ബാഗും ഇടാം. നല്ല മെച്ചുണ്ടാവും. എന്തിട്ടിട്ട് എന്താ കാര്യം? മുഖമൊക്കെ ആണെങ്കിൽ ആകെ ടാൻ അടിച്ച ഒരുമാതിരിയായി. ഇതുള്ളതാണ് പിന്നെ ആകെ ഒരു സമാധാനം. എന്താ താത്ത ആ ഡോർ തല്ലി പൊളിക്കുവോ? അന്നെപ്പയും വിളിക്കണ്ട്, അന്നോടാണ് താഴത്തേക്ക് ചെല്ലാന്. എന്താ കാര്യം? കാര്യൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഞാനായിട്ട് പറഞ്ഞിട്ട് അതിന്റെ രസം കളയുന്നില്ല. ഇജ്ജ് താഴത്തേക്ക് വായോ. എന്താ വെച്ചാ ഞാൻ പറഞ്ഞാണ്, രാവിലെ 3-4 ഉറുപ്പ്യന്റെ കച്ചവടം നടക്കുന്ന നേരം. അത് എന്താണ്? നിക്കിന്റെ നവാസേ, ആ മക്കളും കൂടി ഇങ്ങോട്ട് വരട്ടെ. എന്റെ കാട്ടില് കണ്ടാ തോന്നും ഇജ് വല്ല കൾട്രാപ്പസിക്കാ പോണെന്ന്. അനക്ക് കുടുംബത്തിന്റെ ഒരു കാര്യം സംസാരിക്കുമ്പോ അത് കേൾക്കാനില്ല, സമയം കൂടി ഇല്ലാതായോ എന്റെ നവാസേ? ഇങ്ങള് ഞൈമ പിടിച്ച് കയറാണ്ട് മക്കളോടുള്ള കാര്യം എന്താ പറഞ്ഞാള്. എന്നാ പിന്നെ ഓർക്ക് പീഡിയെ കണ്ട് പോവും ചെഞ്ചാലോ. പറഞ്ഞാളി. നജ്മ, ഇജിത് എവിടെ മോളെ? എന്തപ്പാ? എന്നാലേ എല്ലാരും കൂടി കേൾക്കാനേ ഒരു സന്തോഷമുള്ള കാര്യം പറയണം. നമ്മളെ നജ്മാക്ക് ഒരു കല്യാണക്കാരും വന്നിട്ടുണ്ട്. കല്യാണക്കാരായിരുന്നു. അപ്പ ആളെ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയും. നമ്മളെ അബ്ബാസ് ഖാന്റെ മോൻ. മാഷല്ലാഹ്, അബ്ബാസ് ഖാന്റെ മോനാണ്. ഞാനോനെ കുറച്ച് ദിവസം മുമ്പ് അങ്ങാടിയിൽ വെച്ച് കണ്ടിരുന്നു. നമ്മളെ നജ്മാക്ക് പറ്റണ ചക്കൻ തന്നെയാണ്. ഉപ്പാന്റെ പഴയ ഫ്രണ്ട് ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഫാമിലിനെ പറ്റിയൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. പോരാ തന്നെ ഗവൺമെന്റ് മാഷു. അങ്ങനെ തന്നെയാണ് ആൺകുട്ടികള്. പഠിച്ചുണ്ടാക്കി സർട്ടിഫിക്കറ്റും വെച്ചിങ്ങാണ്ട് വലിയ ജോലിക്കൊണ്ടു ചെയ്യാതെ വല്ല ടെലിഫിലിമും നിറഞ്ഞിങ്ങാണ്ട് തേരാപ്പാര നടക്കലല്ല. പഠിച്ചോനെ, ഇതെങ്ങനെ പോയാലും എന്റെ തലയിൽ കാണല്ലോ. ജി വല്ലതും പറഞ്ഞ? ഒന്നുമില്ലപ്പാ, നല്ല ആലോചന പറയാനും. എന്നാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളാണ് തീരുമാനിച്ചൂടി. നേരെ പാടായി. ഇനി ഇറങ്ങാതെ നിന്നാലേ
ഉള്ള കച്ചവടമാണ് പോയി കിട്ടും. ആ എന്നാ ഇജ്ജ് ഇറങ്ങാൻ നോക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഇജ്ജ് തിരിച്ചു വന്നിട്ട് നമുക്ക് പറയാം. ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. അല്ല നെജു, ഇജെന്താടി ഒന്നും ഉണ്ടാകാൻ നിക്കണത്? ഞങ്ങളെല്ലാരും ഞങ്ങളെ അഭിപ്രായവും സന്തോഷവും ഒക്കെ അറിയിച്ച് ഇജെന്തൊന്നും പറയാത്ത? അത് അത് പിന്നെ താത്ത, സിയാമിനെ ഇജും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓള് കാണാതെ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടി ഇപ്പൊ വന്നപ്പോ എല്ലാരും കൂടി അബ്ബാസ്ഖാന്റെ പെരയെ പോയപ്പോ ഓനുണ്ടായിരുന്നല്ലോ അവിടെ, അല്ലേന്നോ? ഇനിയിപ്പോ നമ്മളെല്ലാരും കൂടി തീരുമാനം പറയാന്ന് വെച്ചാല് പെണ്ണാണലും വരവും പോക്കൊക്കെ ഇനിയിപ്പോ ഉണ്ടാവുമല്ലോ. ഇവിടെ കുട്ടിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്ന് അറിയാം. എനിക്ക് കോളേജ് ഒഴിവുള്ള ദിവസം അവരോട് വരാൻ പറയല്ലേ. ഇപ്പൊ അവരോട് വരാനൊന്നും പറയണ്ട. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതല്ല. അതെന്താ നിജ്മ? എന്താ എനിക്ക് കല്യാണത്തിന് സമ്മതല്ല എന്ന് പറയാൻ കാരണം? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്കിപ്പോ കല്യാണം വേണ്ട, അത്ര തന്നെ. അതിനെന്താ കാരണം? ഞാനിപ്പോ പഠിക്കല്ലേ നിഹാൽക്ക. ആദ്യന്റെ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്യട്ടെ, അതിന് ശേഷം മതി കല്യാണം കാര്യങ്ങളൊക്കെ. ഈ പഠിപ്പിന്റെ ഇടയിൽ കല്യാണം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. എന്റെ പഠിപ്പ് കംപ്ലീറ്റ് ആവട്ടെ. ആ അത്ര ഉള്ളൂ. അതിനിപ്പോ ഇത്ര പെട്ടെന്ന് തന്നെ പിടിച്ച് കെട്ടിക്കണമെന്നില്ലല്ലോ. അവർക്ക് സമ്മതാണ് എന്നൊരു വാക്ക് കൊടുക്കുക. എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടൊക്കെ മതി ട്ടാ. പക്ഷെ ഇപ്പ അങ്ങനെ അവർക്ക് വാക്ക് കൊടുക്കാനൊന്നും നിക്കണ്ട. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. നമുക്ക് ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം നോക്കാലോ. നജ്മ, വാക്കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ പഠിത്തത്തിനെ ബാധിക്കുന്നുള്ള ഒരു പേടിയാണെങ്കിൽ അതെനിക്ക് വേണ്ട കേട്ടോ. വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും അറിയുന്ന ആളാണ് സിയാമ്. ഒന്നുമില്ലെങ്കിൽ ഓന് ഗവൺമെൻറ് സ്കൂളെ മാഷല്ലേ. നിന്റെ പഠിത്തം പൂർത്തിയാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവനായിരിക്കും. നിഹാൽക്കൊക്കെ എന്താ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണില്ലേ? നിക്കിപ്പോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. നിക്ക് വേണ്ടിട്ട് ആർക്കും വാക്ക് കൊടുക്കാനും പോണ്ട. നജ്മ, ജിപ്പാനോടാണാ അങ്ങനെ ഒച്ചട്ട് വർത്താനം പറഞ്ഞത്? പിന്നല്ലാണ്ട് എന്റെ കല്യാണ കാര്യത്തില് ഞാനല്ലാതെ വേറെ ആരും അഭിപ്രായം പറയേണ്ടത്? നിക്കിപ്പോ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ഞാനായിട്ട് സമ്മതിക്കാനും പോണില്ല. നജ്മ, എന്താ നബീസോ ഇതൊക്കെ? എന്താ ഇപ്പൊ ഞാൻ പറയാ? എന്താ ഈ പെണ്ണിന് പറ്റിയത്? ഇങ്ങള് രണ്ടാളും ബേജാറാവേണ്ടിരിക്കും. ഓള് ചിലപ്പം പെട്ടെന്ന് കേട്ടതിന്റെ ഷോക്കിൽ പറഞ്ഞതാവും. ഞാൻ ഓളോടൊന്ന് സംസാരിച്ചോക്കട്ടെ.